ഹലോ ഗൈസ്, അങ്ങനെ ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഒരു വള്ളംകളിക്കാലം വരികയാണ്. നമ്മുടെ കേരളത്തിലെ തന്നെ ജലമേളകളുടെ സീസൺ സ്റ്റാർട്ട് ചെയ്യുന്നത് ചമ്പക്കുളം മൂലം വള്ളംകളിയോട് കൂടിയാണ്. നമസ്കാരം, ഞാൻ ബിനീഷ് തോമസ്. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ചമ്പക്കുളം മൂലം വള്ളംകളിക്ക് പോകാനായിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. ഞങ്ങൾ ചങ്ങനാശ്ശേരി ബോട്ട് ക്ലബ്ബിൻ്റെ കമ്മിറ്റി അംഗങ്ങളെല്ലാം കൂടെ ഒരു ബോട്ട് ബുക്ക് ചെയ്താൽ പോവുകയാണ്. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ യാത്രയാകും. രാവിലെ മുതൽ ഉച്ച വരെ നമ്മൾ കായൽ കാഴ്ചകളെല്ലാം കണ്ട് വേമ്പനാട്ട് കായലിലൊക്കെ പോയി ഒന്ന് കറങ്ങി ബ്ലോക്കൊക്കെ കണ്ട് ഒരു ഉച്ചയോടുകൂടി ഭക്ഷണം കഴിച്ചിട്ട് നേരെ തിരിച്ച് ചമ്പക്കുളത്തേക്ക് എത്തും. അപ്പോൾ ഉച്ച കഴിഞ്ഞുള്ള വള്ളംകളിയുടെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ. അപ്പോൾ രാവിലത്തെ കായൽ കാഴ്ചകൾ കാണാൻ ആഗ്രഹമുള്ളവരുണ്ടെങ്കിൽ അതിൻ്റെ വീഡിയോ അടുത്ത വീഡിയോ ആയിട്ട് ഇറങ്ങും. അപ്പോൾ ഈ ചങ്ങനാശ്ശേരിയും ചമ്പക്കുളം മൂലം ജലോത്സവവും തമ്മിലൊക്കെ ഒരു ബന്ധമുണ്ട്. ആ ബന്ധത്തിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഈ വീഡിയോയിൽ പറയാം. അപ്പോൾ ചമ്പക്കുളം വള്ളങ്ങളുടെ വിശേഷങ്ങൾ കാണേണ്ടവർ ഈ വീഡിയോ പൂർണ്ണമായിട്ടും കാണുക. കൂടുതലും വിശേഷങ്ങളാണ്, കളിയേക്കാൾ കൂടുതൽ അവിടുത്തെ കാഴ്ചകളാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക. അതിനോടൊപ്പം കളി ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട് നമുക്ക് പറ്റുന്ന രീതിയിലൊക്കെ. അപ്പോൾ വീഡിയോയിലൂടെ പൂർണ്ണമായിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ കാണാം. അപ്പോൾ വാ വീഡിയോയിലോട്ട് പോകാം. ഹലോ ഗൈസ്, അങ്ങനെ നമുക്ക് പോകാനായിട്ടുള്ള ബോട്ട് നമ്മുടെ നെടുമുടി പാലത്തിൻ്റെ താഴെ ഇമ്മാക്കുലേറ്റ് എന്ന് പറയുന്ന ബോട്ടാണ് റെഡിയായി വന്നിരിക്കുന്നത്. അത്യാവശ്യം വലുപ്പമുള്ള ബോട്ടാണ്, ചെറിയ ബോട്ടൊന്നും അല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളാകെ 10-12 പേരേ ഉള്ളൂ. പക്ഷേ ഇത്രയും വലിയൊരു ബോട്ടായിരിക്കും അറേഞ്ച് ചെയ്തിരിക്കുന്നത് നമ്മൾ വിചാരിച്ചല്ല. നമ്മുടെ രമേശ് ചേട്ടൻ അവിടെ നിൽപ്പുണ്ട്. രമേശ് ചേട്ടൻ നമ്മുടെ ഫിസിക്കൽ ട്രെയിനറാണ് ചങ്ങനാശ്ശേരി ബോട്ട് ക്ലബ്ബിന്. അപ്പോൾ ബോട്ടിനകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസാധ്യമായിട്ട് ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. അപ്പോൾ നമ്മൾ അതിനകം എല്ലാം നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. ഇതിനിയിപ്പം നമ്മൾ ഇതിൻ്റെ മുകളിൽ നമ്മുടെ ഫ്ലെക്സും അതുപോലെ തന്നെ നമ്മുടെ കൊടിയും കാര്യങ്ങളും എല്ലാം കെട്ടി അറേഞ്ച് ചെയ്ത് അലങ്കരിച്ചിട്ടായിരിക്കും നമ്മളങ്ങോട്ട് പരിപാടി കാണാനായിട്ട് ഇറങ്ങുന്നത്. ഇപ്പം നമ്മൾ ചമ്പക്കുളത്തേക്ക് ഇവിടുന്ന് തൊട്ടടുത്ത് തന്നെയാണ്. അങ്ങനെ നമ്മുടെ ഫ്ലെക്സ് എല്ലാം കെട്ടി എല്ലാം റെഡിയായി. സന്തോഷ് സാർ വേണ്ട വിസിലടിച്ചു. അപ്പോൾ നമ്മൾ ദേണ്ട ചമ്പക്കുളത്ത് വള്ളംകളി നടക്കുന്ന ട്രാക്കിലേക്കുള്ള യാത്രയിലാണ്. നമ്മൾ ആ വള്ളംകളി നടക്കുന്ന ട്രാക്കിൽ കൂടെ ഒരു റൗണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ച് നമുക്ക് ഫിനിഷിങ് കാണാൻ പറ്റുന്ന എവിടെയെങ്കിലും കൊണ്ട് ബോട്ട് സ്റ്റോപ്പ് ചെയ്തിടണമെന്നാണ്. അങ്ങനെ വേണ്ട വള്ളംകളിക്ക് പോകുന്ന മറ്റു വള്ളങ്ങളൊക്കെയാണ് ഇവർ പാട്ടും മേളമൊക്കെ ആയിട്ട് പാടി തകർത്താണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതെന്തോ ജഡ്ജസിൻ്റെ വള്ളമാണോ അതോ ഇനി വല്ല ഫാൻസിൻ്റെ ആണോ എന്നറിയത്തില്ല. അല്ല, ഫാൻസിൻ്റെ ആണെന്ന് തോന്നുന്നു, അതോ ക്ലബിൻ്റെ ഫാൻസാണെന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെ നമ്മുടെ ബോട്ടും കൊടിയൊക്കെ വെച്ച് കെട്ടി നമ്മുടെ കൊടി പാറി പറക്കുന്നുണ്ട്. നമ്മൾ ഈ വള്ളംകളി നടക്കുന്ന സ്ഥലത്തെ ലക്ഷ്യമാക്കി നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ലിബിനച്ചനാണ് ആ മുകളിലിരിക്കുന്ന നമ്മുടെ ജേഴ്സി ഇട്ടത്. പിന്നെ ജെയിംസ് ചേട്ടനുണ്ട്. നമ്മുടെ മറ്റ് കമ്മിറ്റിക്കാരെല്ലാം ബോട്ടിനകത്തകത്തും പുറത്തുമൊക്കെ ആയിട്ട് ഇരിപ്പുണ്ട്. അപ്പോൾ നമ്മൾ ഈ ആറ്റിക്കോടുള്ള യാത്ര കണ്ടില്ലേ, വെള്ളത്തിൽ തീ കത്തുന്ന നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഇപ്പോൾ കണ്ടോ. ആറ്റിക്കോടുള്ള യാത്ര പലപ്പോഴും ഭയങ്കര രസമാണ്. കുട്ടനാടിൻ്റെ ആ ഒരു ഉൾനാടൻ ഭംഗി ആസ്വദിക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് വള്ളത്തെ പോകണം. നമ്മൾ കുട്ടനാട്ടുകാരാന്ന് പറഞ്ഞാലും ചിലപ്പോൾ നമ്മൾ കണ്ടിട്ടില്ലാത്ത വളരെ മനോഹരമായിട്ടുള്ള ദൃശ്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ആക്ച്വലി കേരളത്തിൽ കൂടെ യാത്ര ചെയ്യുമ്പോൾ കാണുന്നതിനേക്കാൾ കൂടുതൽ തെങ്ങുകൾ പലപ്പോഴും ഇപ്പോൾ തമിഴ്നാട്ടിലാണ് കാണുന്നത്. പക്ഷേ കുട്ടനാട്ടിൽ കൂടെ യാത്ര ചെയ്താൽ നമുക്ക് ധാരാളം തെങ്ങ് ഇങ്ങനെ വളർന്ന് ആറ്ററമ്പിൽ ഇങ്ങനെ നിൽക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇതാണ് വള്ളംകളിയുടെ സ്റ്റാർട്ടിംഗ് പോയിൻറ്റ്. ഏകദേശം 1 കിലോമീറ്ററിന് പുറത്ത് ദൂരമുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ പ്രദേശത്ത് നടക്കുന്ന വള്ളംകളികളിൽ ഏറ്റവും ദൂരമുള്ള ട്രാക്ക് ചമ്പക്കുളം വള്ളംകളിയുടെ ട്രാക്കാണെന്ന് തോന്നുന്നു. അങ്ങനെ നമ്മൾ വീണ്ടും മുന്നോട്ട് സ്റ്റാർട്ടിംഗ് പോയിൻറ്റും കഴിഞ്ഞ് വീണ്ടും മുന്നോട്ട് ഇങ്ങനെ വള്ളംകളി നടക്കുന്ന ട്രാക്കിൽ കൂടെ കാഴ്ചകളും കണ്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ചമ്പക്കുളം വള്ളംകളിക്ക് ചങ്ങനാശ്ശേരി ആയിട്ടൊരു ബന്ധമുണ്ടെന്ന് ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞത്. അതെന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. AD 1545 നമ്മുടെ അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലേക്ക് ഒരു വിഗ്രഹം, ലക്ഷണമുദ്ര കൃഷ്ണ വിഗ്രഹം വേണമെന്ന് ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവർ ചങ്ങനാശ്ശേരിക്കടുത്ത് നമ്മുടെ കുറിച്ചിയിലുള്ള കരിങ്കുളം പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്ന് ഈ വിഗ്രഹം ഈ വള്ളങ്ങളുടെ അകമ്പടിയോടുകൂടി അമ്പലപ്പുഴയിലേക്ക് കൊണ്ടുപോയതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ്. ഏകദേശം 5 പതിറ്റാണ്ട് പഴക്കമുള്ള ഒരു വള്ളംകളിയാണ്. ആറന്മുള കഴിഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന വള്ളംകളി ചമ്പക്കുളം ജലോത്സവമാണ്. അങ്ങനെ നമ്മൾ വീണ്ടും മുന്നോട്ട് പോയി നമ്മൾ ചമ്പക്കുളം സർവീസ് കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ അവിടെ എത്തി. ഇവിടെ ഒരു പ്രത്യേകതയും കൂടെ. നമ്മൾ ഈ വർഷം കളിക്കാൻ പോകുന്ന ചമ്പക്കുളം ചുണ്ടൻ്റെ വള്ളപ്പര ഈ ചെറിയ പള്ളിയുടെ സൈഡിലായിട്ടാണ്. നമ്മളിവിടെ വന്നിട്ടാണ് വള്ളം കൈമാറുന്നതിൻ്റെ ചടങ്ങും കാര്യങ്ങളൊക്കെ. ഈ നേരെ കാണുന്നതാണ് ചമ്പക്കുളം ചുണ്ടൻ്റെ വള്ളപ്പുര. അപ്പോൾ നമ്മുടെ വള്ളം ചമ്പക്കുളം ചുണ്ടനാണ് ഈ വർഷം നെഹ്റു ട്രോഫിയിൽ. അപ്പോൾ അതിൻ്റെ പെർഫോമൻസ് കാണുകയും വിലയിരുത്തുകയും കൂടെ നമുക്ക് ചെയ്യണം. അതിന് വേണ്ടിയിട്ടും കൂടാണ് നമ്മളെല്ലാവരും കൂടെ ചങ്ങനാശ്ശേരി ബോട്ട് ക്ലബ്ബിലുള്ള ആൾക്കാരെല്ലാം കൂടെ ഇന്ന് വന്നിരിക്കുന്നത്. ധാരാളം ബോട്ടുകളുണ്ട്. എനിക്ക് തോന്നുന്നു ഇന്ന് കാണികൾ കൂടുതലാകാനായിട്ട് സാധ്യതയുണ്ട്. കാരണം ഇന്ന് ഒരു പൊതു പണിമുടക്കും കൂടെ ആയതുകൊണ്ട് ഒത്തിരി ആൾക്കാർ ചിലപ്പം വള്ളംകളി കാണാനായിട്ട് ഇത് കണ്ടില്ല ഒരു ചേട്ടൻ ഒഴുകി പോകുന്ന ചേട്ടനെ പിടിച്ചവിടെ ഇടല്ല ഒഴുകി വേമ്പനാട്ട് കായലിലെത്തും. അങ്ങനെ നമ്മൾ വള്ളംകളിയുടെ ട്രാക്ക് മുഴുവൻ കണ്ട് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വള്ളംകളി പോലെ തന്നെ കുട്ടനാട്ടിലെ ചരിത്രം ഉറങ്ങുന്ന ഒരു പള്ളിയാണല്ലോ നമ്മുടെ ചമ്പക്കുളം പള്ളി.
നമുക്കെല്ലാവർക്കും അറിയാം ചമ്പക്കുളം പള്ളി എന്ന് പറഞ്ഞാൽ നൂറ്റാണ്ടുകളുടെ ചരിത്രമുണ്ട്. തോമാസ് ലീഗയുടെ കാലത്ത് നിർമ്മിക്കപ്പെട്ടതാണെന്നൊക്കെയാണ് വിശ്വാസം. അപ്പോൾ അങ്ങനെ നോക്കിയേ, നമ്മൾ ചമ്പക്കുളം പാലത്തിൻ്റെ അടിയിൽ കൂടെ ആ ഫിനിഷിംഗ് പോയിൻറ്റിൻ്റെ ഭാഗത്തേക്ക് വരുവാണ്. നിങ്ങൾ നോക്കിയേ എത്ര സഹസ്രങ്ങളാണ് ഇത്തവണ ഈ വള്ളംകളി കാണാൻ വന്നിരിക്കുന്നത് നോക്കി. എല്ലാ വർഷത്തേക്കാൾ കൂടുതലാണ്. ഒരുപക്ഷെ ഈ അടുത്ത കാലത്ത് മൂലം വള്ളംകളിക്ക് ഇത്രയും ജനത്തിരക്ക് ഉണ്ടായിട്ടില്ല. നമ്മളെന്നിപ്പോൾ അതിൻ്റെ ഒരു പവലിയൻ്റെ മുന്നിൽ കൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ വിശിഷ്ടാതിഥികളൊക്കെ വന്ന് കടോരമായിട്ട് പ്രസംഗവും പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും വലിയ ആവേശത്തിലാണ്. കുട്ടനാട്ടിലെ യുവാക്കളെല്ലാം വലിയ ആവേശത്തിലാണ്. നമ്മളെ പല ആൾക്കാരും കൈവൊക്കെ കാണിക്കുന്നുണ്ട്. നമ്മൾ അവർക്ക് തിരിച്ചും അഭിവാദ്യങ്ങളൊക്കെ അർപ്പിച്ചുകൊണ്ട് നമ്മളിങ്ങനെ മുന്നോട്ട് നമുക്ക് ഏതെങ്കിലും പ്രദേശം കണ്ടെത്തി അവിടെ കിടക്കണം. ഒരു സൂചി കുത്താൻ ഇടയില്ലാത്ത കണക്ക് വള്ളംകളി പ്രേമികളെ കൊണ്ട് ഇന്ന് കുട്ടനാട് നിറഞ്ഞിരിക്കുവാണ്. ഇന്നൊരു പണിമുടക്ക്, ഓൾ ഇന്ത്യ പണിമുടക്കാണ്. ചമ്പക്കുളം അതുപോലെ തന്നെ നെടുമുടി 2 പഞ്ചായത്തുകളെ വള്ളംകളി പ്രമാണിച്ചുകൊണ്ട് ഈ പണിമുടക്കിൽ നിന്ന് പോലും ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ അത്രയ്ക്ക് പ്രാധാന്യമുള്ളൊരു വള്ളംകളിയാണ് നമ്മുടെ ചമ്പക്കുളം മൂലം ജലോത്സവം. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ധാരാളം ചരിത്രങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ വള്ളംകളിയുടെ സീസൺ ആയതുകൊണ്ട് തന്നെ ധാരാളം വീഡിയോകളിൽ വള്ളംകളിയെക്കുറിച്ചിട്ട് നമ്മൾ പ്രതിപാദിക്കുന്നുണ്ട്. അതുകൊണ്ട് അതിനിടയ്ക്ക് ഇങ്ങനെയുള്ള ചരിത്രങ്ങളും കാര്യങ്ങളൊക്കെ ഇടയ്ക്ക് ചർച്ച ചെയ്ത് പോവാം. അപ്പോൾ ഇങ്ങനെ നോക്കിയാൽ നിങ്ങൾക്കിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും എത്രമാത്രം ചെറു വള്ളങ്ങളും വലിയ വള്ളങ്ങളും ബോട്ടുകളും സ്പീഡ് ബോട്ടുകളും ഒക്കെയാണ് ആൾക്കാർ വള്ളംകളി കാണാൻ വേണ്ടി വന്നിരിക്കുന്നത്. നമ്മുടെ എബിച്ചേട്ടനും അതുപോലെ തന്നെ വള്ളത്തിൻ്റെ ചാർജുള്ള മീഡിയ വില്ലേജിൽ നമ്മുടെ ലിബിൻ അച്ഛനും കൂടെ ഭയങ്കര സശ്രദ്ധം വീക്ഷിക്കുവാണ് കാര്യങ്ങൾ. കളിക്കാനായിട്ട് ദാണ്ട് വള്ളങ്ങളൊക്കെ തയ്യാറായി പ്ലെയേഴ്സ് എല്ലാം കയറിയിരുന്ന് ഘോഷയാത്രയ്ക്ക് പങ്കെടുക്കാനായിട്ടുള്ള തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 5 വള്ളങ്ങളാണ് ഈ പ്രാവശ്യം മൂലം ജലോത്സവത്തിൽ പങ്കെടുക്കുന്നത്. 10-12 എണ്ണത്തിനെ പങ്കെടുപ്പിക്കാനായിട്ടുള്ള ശ്രമങ്ങൾ ആദ്യം സംഘാടകരുടെ ഭാഗത്തുനിന്ന് നടന്നായിരുന്നു. പക്ഷേ അവസാനം അത് 5 വള്ളമായിട്ട് മാറി. 5ഉം പ്രധാനപ്പെട്ട വള്ളങ്ങൾ തന്നെയാണ്. ഈ നെഹ്റു ട്രോഫിക്ക് മുന്നോടിയായിട്ടുള്ള ഒരു ഫൈനലായിരിക്കും ഇവിടെ നടക്കാൻ പോകുന്നത്. നിങ്ങൾ നോക്കിയേ, വേണ്ട അടുത്ത വള്ളം തുഴഞ്ഞു പോവുകയാണ്. അടിപൊളി, നല്ല രസമുണ്ട് കാണാൻ. ഇതൊക്കെ നിങ്ങൾ ഫാൻസ് ആയിട്ടുള്ള പല ക്ലബ്ബുകളുടെയും വള്ളങ്ങളായിരിക്കും. സത്യത്തിൽ കുട്ടനാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ് വള്ളംകളി എന്ന് പറയുന്നത്. ഇന്നിപ്പോൾ കുറച്ച് പ്രൊഫഷണലിസമൊക്കെ വള്ളംകളിയിലേക്ക് വന്നെങ്കിലും ഒരു കാലഘട്ടത്തിൽ കുട്ടനാട്ടിൽ സാധാരണ കൂലിപ്പണി ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാർ, അവർ മണ്ണ് വാരുന്നവരാകാം, ചെളി കുത്തുന്നവരാകാം, മീൻ പിടിക്കാൻ പോകുന്നവരാവാം, കൂലിപ്പണിക്ക് പോകുന്നവരാവാം, അവരൊക്കെ പണി കഴിഞ്ഞ് വന്ന് വൈകുന്നേരം ഒരു സെഷൻ പ്രാക്ടീസ് ചെയ്തിട്ടാണ് നെഹ്റു ട്രോഫി പോലുള്ള വലിയ വലിയ കളികൾ, വള്ളംകളികൾ കളിക്കാൻ പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇന്നത് മാറി. ഇന്ന് പണം ഒരു പ്രധാന ഘടകമായിട്ട് മാറി. 1 കോടി രൂപയ്ക്ക് മുകളിൽ പുറത്ത് ചിലവാക്കിയിട്ടാണ് ഒരു വള്ളം നെഹ്റു ട്രോഫിയിലേക്ക് കളിക്കാൻ വരുന്നത്. നിങ്ങൾ നോക്കി, ഒരു സ്ഥലത്ത് പോലും ഒരു ഗ്യാപ്പില്ല നമുക്ക് ബോട്ട് ഇടാനായിട്ട്. അതുകൊണ്ട് നമുക്ക് ഫിനിഷിങ് കാണുകയും വേണം. നമ്മൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് പറ്റുന്ന ഒരു സ്ഥലത്തേക്ക് നോക്കി ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കണം. നോക്കിയാൽ കുട്ടനാട്ടിലെ യുവത്വം മുഴുവൻ ഈ വള്ളംകളി കാണാനായിട്ട് നല്ലൊരു ശതമാനം ആൾക്കാരും എത്തിയിട്ടുണ്ട്. എല്ലാവർക്കും ഇതൊരു ആവേശമാണ്. ഒരുപക്ഷെ ഇന്ന് അവധിയായത് അവർക്ക് ഗുണമാണെന്ന് തോന്നുന്നു. 100 കണക്കിന് ആൾക്കാർ, 1000 ജനലക്ഷങ്ങളാണ് ഇത്തവണ ഈ നമ്മുടെ മൂലം ജലോത്സവത്തിൽ പങ്കെടുക്കാനായിട്ട് വരുന്നത്. എന്തായാലും ഈ വർഷത്തെ വരാൻ പോകുന്ന ജലോത്സവം തീർച്ചയായിട്ടും ഇതൊരു ആവേശവും ഉണർവുമായിരിക്കും. കാരണം ഇത്രയും ജനങ്ങൾ മൂലം ജലോത്സവത്തിൽ പങ്കെടുക്കുന്ന കാണുമ്പം വരും വള്ളംകളികളുടെ സംഘാടകർക്കും അതൊരു വലിയ ഉണർവായിരിക്കും. ഇത്തവണ നല്ല രീതിയിൽ സംഘടിപ്പിക്കുന്നതിന് വേണ്ടി കണ്ടു പല തരത്തിലുള്ള വള്ളങ്ങൾ, ശിക്കാര ബോട്ടുകൾ, ഹൗസ് ബോട്ടുകൾ, മോട്ടോർ ബോട്ടുകൾ, എൻജിൻ ഘടിപ്പിച്ച വള്ളങ്ങൾ, ചെറിയ കയാക്കുകൾ. ഇനി ഒന്നും പോരാഞ്ഞിട്ട് നമ്മുടെ വണ്ടിയുടെ ട്യൂബിനകത്ത് എയർ നിറച്ച് അതിലും ആൾക്കാർ വെള്ളത്തിൽ കിടപ്പുണ്ട്. അപ്പം നമ്മുടെ ചങ്ങനാശ്ശേരി ബോട്ട് ക്ലബിൻ്റെ കൊടി ഇങ്ങനെ പാറി പറന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് എവിടെയെങ്കിലും കൊണ്ട് അടുപ്പിക്കണം, നമുക്ക് കളി നന്നായിട്ട് വീക്ഷിക്കാൻ പറ്റുന്ന സ്ഥലത്ത് പോകണം. എന്തേ നോക്കി, ഓരോ വള്ളങ്ങൾ ട്രാക്ക് എൻട്രി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും ഘോഷയാത്രയോടുകൂടി ഇതിന് പരിപാടി തുടക്കമാവും. ഉടൻ തന്നെ നമുക്ക് ഘോഷയാത്ര ഉണ്ടായിരിക്കും. നമുക്ക് അത്യാവശ്യം ഫിനിഷിങ്ങിൻ്റെ ഏറ്റവും തൊട്ടടുത്തായിട്ടാണ് നമ്മൾ നിൽക്കുന്നത്. അത്യാവശ്യം സൂം ചെയ്ത് കഴിഞ്ഞാൽ ഫിനിഷിങ്ങിൽ ഒരു 100 മീറ്റർ നമുക്ക് കാണാൻ പറ്റും. നമുക്ക് അവിടെയും ബോട്ട് ഇടാൻ പറ്റിയിട്ടില്ല. നോക്കുക, നമ്മൾ പവലിയൻ്റെ ഫ്രണ്ടിൽ കൂടെ, പ്രധാനപ്പെട്ട പവലിയൻ്റെ ഫ്രണ്ടിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുന്നു. ഇത് എനിക്ക് തോന്നുന്നു നമ്മുടെ ജലഘോഷയാത്രയ്ക്ക് വേണ്ടിയിട്ട് നമ്മുടെ ചുണ്ടൻ വള്ളങ്ങളെല്ലാം കൂടെ അണിഞ്ഞ് ഒരുക്കി നിൽക്കുവാണ്. നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം, 5 ചുണ്ടൻ വള്ളങ്ങളും 6 വെപ്പ് വള്ളങ്ങളും. വെപ്പ് A ഗ്രേഡ് 3 B ഗ്രേഡ് 3 5 പ്രധാനപ്പെട്ട കളിക്കുന്നതാണെങ്കിൽ 5 പ്രധാനപ്പെട്ട ക്ലബ്ബുകൾ നെഹ്റു ട്രോഫിയിൽ എല്ലാ വർഷവും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുരയ്ക്കുന്ന ക്ലബ്ബുകൾ. ഇത് കൂടാതെ 1-2 പ്രധാനപ്പെട്ട ക്ലബ്ബുകൾ ചെറിയ വെപ്പ് വള്ളങ്ങളിലും കളിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. പ്രധാനപ്പെട്ട ക്ലബ്ബുകൾ തന്നെയാണ്. അപ്പോൾ എന്തായാലും വളരെ ശക്തമായിട്ടുള്ള മത്സരം നടക്കും. ഇത് നോക്കി എന്ത് രസകരമായിട്ടുള്ള ഡാൻസുകളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്.
എല്ലാ സ്ഥലവും വള്ളങ്ങളെ കൊണ്ടും ആൾക്കാരെ കൊണ്ടും നിറഞ്ഞിരിക്കുവാണ്. നമുക്ക് ബോട്ട് ഒതുക്കി ഇടാനായിട്ടൊരു സ്ഥലം ഇതുവരെ കിട്ടിയിട്ടില്ല. നമ്മളതുകൊണ്ട് ആ ട്രാക്കിനുള്ളിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എവിടെ കൊണ്ട് ബോട്ടൊന്ന് സൈഡാക്കുമെന്ന് നോക്കിയിട്ട്. അവിടെ മെയിൻ വേദിയിൽ നിന്നൊക്കെ നമ്മുടെ ബോട്ട് പെട്ടെന്ന് ട്രാക്കിൽ നിന്ന് മാറ്റണമെന്നൊക്കെയുള്ള അനൗൺസ്മെൻറ്റുകളൊക്കെ ഇടയ്ക്ക് വരാൻ തുടങ്ങി. നോക്കിയാൽ ഒരു സ്ഥലത്ത് പോലും ഒരു ചെറിയ ഗ്യാപ്പ് പോലും ഇല്ലാതെ ആൾക്കാർ നിറഞ്ഞിരിക്കുവാണ്. അവരവരുടെ ഇഷ്ട ക്ലബ്ബുകളെ ഇഷ്ട വള്ളങ്ങളെയൊക്കെ ചിയർ ചെയ്ത് അവിടെ നിന്ന് ഭയങ്കരമായിട്ട് ആവേശം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നോക്കിയാൽ വെപ്പ് വള്ളങ്ങളൊക്കെ റെഡിയായിട്ട് പോവുകയാണ്. ഇപ്പോൾ ഉടൻ തന്നെ നമ്മുടെ കളി ആരംഭിക്കാൻ പോവുകയാണ്. ഘോഷയാത്ര ഉടൻ തുടങ്ങി. അടുത്ത കാലത്തൊന്നും മൂലം വള്ളം കളിക്ക് ഇത്രയും വലിയൊരു ജനക്കൂട്ടത്തെ ഞാൻ കണ്ടിട്ടതായിട്ട് ഓർക്കുന്നില്ല. നോക്കിയാൽ ഈ കാഴ്ചയാണ് കാണേണ്ടത്. ഓരോരുത്തരും ഓരോരോ വീടുകളിൽ നിന്ന് വള്ളത്തേലും ഒരു കൂട്ടായ്മയായിട്ട് വന്ന ആൾക്കാർ വലിയ കെട്ടുവള്ളങ്ങളെടുത്ത് അതേ മ്യൂസിക് സിസ്റ്റമൊക്കെ വെച്ച് പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് വന്ന ആൾക്കാരും തീരെ ചെറിയ ഒരു 20 വയസ്സിന് താഴെയുള്ള പിള്ളേരുടെ ഗ്യാങ്ങുകളും ഒരു പ്രായമായ ആൾക്കാരുടെ ഗ്യാങ്ങുകളും അങ്ങനെ ആബാലവൃദ്ധം ജനങ്ങളെന്ന് കുറച്ച് സാഹിത്യ ഭാഷയെ പറയാൻ പറ്റും. ഈ വള്ളംകളി വീക്ഷിക്കാനായിട്ട് കുട്ടനാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എത്തിയിട്ടുണ്ട്. ഇനി വള്ളംകളിയെ സ്നേഹിക്കുന്ന കുറേ ആൾക്കാരൊക്കെ മറ്റ് പ്രദേശങ്ങളിൽ നിന്നൊക്കെ എത്തിയേനെ ഒരു പക്ഷേ ഇന്ന് ഈ സമരം അല്ലെന്നുണ്ടെങ്കിൽ ഈ പണിമുടക്കില്ലായിരുന്നെങ്കിൽ. കാരണം ബസ്സും അതുപോലെ തന്നെ പൊതുഗതാഗത സംവിധാനങ്ങളൊന്നും പ്രവർത്തിക്കാതിരിക്കുന്നുണ്ട്. പുറത്തുനിന്നുള്ള ആൾക്കാരുടെ എണ്ണം വളരെ കുറവായിരിക്കും. വള്ളങ്ങളെല്ലാം നമ്മുടെ ജലഘോഷയാത്രയ്ക്ക് വേണ്ടിയിട്ട് പിടിച്ചിട്ടിരിക്കുകയാണ്. നമ്മൾ ആ പവലിയൻ്റെ മുന്നിൽ കൂടെ വീണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ വള്ളം എവിടെയെങ്കിലും ഒതുക്കിയിടാനായിട്ടുള്ളൊരു സ്ഥലത്തിന് വേണ്ടിയിട്ട്. കഴിഞ്ഞ CBL ലാസ്റ്റ് കളി പ്രസിഡൻസി ട്രോഫി കൊല്ലത്ത് വെച്ച് കണ്ട കാഴ്ച വീണ്ടും വേണ്ട അടുത്ത സീസണിലേക്ക് ഇത് ആവർത്തിക്കുന്നു. കഴിഞ്ഞ CBL ലാസ്റ്റ് കളി കൊല്ലത്തായിരുന്നു. അത് കാണാനായിട്ട് ഞാനും പോയിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ CBL 6 കളികളെ ഉള്ളായിരുന്നു. അതിൽ 5 കളി എനിക്ക് കാണാൻ പറ്റി. അങ്ങനെ ഈ വർഷത്തെ മൂലം ജലോത്സവം ഇതാ തുടങ്ങാൻ പോവാണ്. ഫസ്റ്റ് ഹീറ്റ്സിന് വിസിൽ മുഴങ്ങി. നമ്മൾ ഓൺലൈനിൽ അതിൻ്റെ സ്റ്റാർട്ടിങ് കണ്ടു കഴിഞ്ഞു. നമ്മുടെ ചെറുതനയും അതുപോലെ തന്നെ നടുഭാഗവും തമ്മിലുള്ള മത്സരം, പള്ളാത്തുരുത്തിയും പുന്നമടയും തമ്മിലുള്ള മത്സരത്തിൻ്റെ അവസാന 100 മീറ്ററിലേക്ക് വന്നിരിക്കുവാണ്. കൃത്യം ഫിനിഷിങ് കാണാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ നിൽക്കുന്നത്. അങ്ങനെ വളരെ ശക്തമായ മത്സരമെന്ന് പറയാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. നമുക്കെല്ലാവർക്കും അറിയാം, കഴിഞ്ഞ 5 തവണ നെഹ്റു ട്രോഫി നേടിയ വള്ളമാണ് നമ്മുടെ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ്. വള്ളമല്ല, ക്ലബ്ബാണ് പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ്. അവർ ഏത് വള്ളത്തിൽ കളിച്ചാലും അവരൊരു മികച്ച പെർഫോമൻസ് തന്നെ കാഴ്ചവെക്കുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്തായാലും അതിശക്തമായിട്ടുള്ളൊരു മത്സരമാണ് നടക്കുന്നത്. അത്രയ്ക്ക് വിട്ടുകൊടുക്കാനായിട്ടൊന്നും നമ്മുടെ നടുഭാഗം, അതായത് നമ്മുടെ പുന്നമടക്കാർ തയ്യാറായിട്ടില്ല. ഇവരെല്ലാം അയലോക്കക്കാർ തന്നെയാണ്. പുന്നമടയും പള്ളാത്തുരുത്തി എല്ലാം അപ്പുറം ഇപ്പുറമുള്ള സ്ഥലങ്ങളാണ്. കൈനഗിരി ആണെങ്കിലും അവിടെ അടുത്ത് തന്നെയാണ്. എന്തായാലും വ്യക്തമായിട്ടുള്ളൊരു ലീഡോടുകൂടി തന്നെ നമ്മുടെ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് ചെറുതന ചുണ്ടനിൽ എന്തായാലും കയറുവാണ്. നല്ല രസമുണ്ട് തുഴച്ചിൽ കാണാനായിട്ട്. നമുക്ക് ഈ എൻഡിങ്ങിൽ കിടന്നുകൊണ്ട് തന്നെ വളരെ കൃത്യമായിട്ടുള്ള ഫിനിഷിങ്ങിലെ ആ ഒരു ഫിനിഷ്, അവസാനത്തെ ഒരു 100-150 മീറ്റർ ഏത് മത്സരം, ഇവൻ ഓട്ട മത്സരം ആയിക്കൊള്ളട്ടെ, ഇനി സ്പോർട്സിലെ ഏത് ഇവൻ്റ് ആയിക്കൊള്ളട്ടെ, ലാസ്റ്റ് സ്പ്രിൻ്റാണ്. ലാസ്റ്റത്തെ ഒരു 100 മീറ്റർ അല്ലെങ്കിൽ മാരത്തോണൊക്കെ ആകുമ്പോൾ അവസാനത്തെ 1 കിലോമീറ്റർ. അങ്ങനെ നമ്മുടെ ചെറുതന ചുണ്ടൻ 1ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്യുന്നു. 2ാം സ്ഥാനത്ത് നമ്മുടെ നടുഭാഗം ചുണ്ടൻ. അങ്ങനെ ആദ്യ ഹീറ്റ്സിൽ 1ാം സ്ഥാനം നേടിയ നമ്മുടെ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ്, അതായത് ചെറുതനെ പറപ്പിച്ച പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് നമ്മുടെ വളരെ ക്ലോസ് റേഞ്ചിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 5 വർഷമായിട്ട് നിരന്തരമായിട്ട് നെഹ്റു ട്രോഫി, അതായത് ഏഷ്യയിലെ ഏറ്റവും വലിയ ജലകായിക മേളയായ നെഹ്റു ട്രോഫിയിൽ 1ാം സ്ഥാനം നിരന്തരമായിട്ട് നേടി ഡബിൾ ഹാട്രിക്കിന് വേണ്ടി ഈ വർഷം ട്രൈ ചെയ്യുന്നവരാണ് ഈ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ്. അപ്പോൾ നമ്മുടെ ചുണ്ടൻവള്ളങ്ങളുടെ 2ാമത്തെ ഹീറ്റ്സ് തുടങ്ങിക്കഴിഞ്ഞു. 2ാമത്തെ ഹീറ്റ്സിൽ ചമ്പക്കുളം ചുണ്ടനും അതുപോലെ തന്നെ ആയാപറമ്പ് പാണ്ടിയും തമ്മിലാണ് മത്സരിക്കുന്നത്. ചമ്പക്കുളം ചുണ്ടനിൽ തുഴയുന്നത് വില്ലേജ് ബോട്ട് ക്ലബ്ബ് കൈനഗിരിയും ആയാപറമ്പ് പാണ്ടിയിൽ തുഴയുന്നത് UBC കൈനഗിരിയാണ്. 2 കൈനഗിരിക്കാരാണ്. പക്ഷേ ഈ മത്സരം തുടങ്ങിയപ്പോൾ തൊട്ട് ഇവർ തമ്മിൽ എനിക്ക് തോന്നുന്നു പണ്ട് തൊട്ടേ ശത്രുക്കളാണെന്ന് തോന്നുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, വള്ളംകളി കാണുന്നവർക്ക് കുറേ ചരിത്രത്തെക്കുറിച്ചൊക്കെ അറിയാം. 2 തവണ ഈ ഹീറ്റ്സിൽ മത്സരം തുടങ്ങിക്കഴിഞ്ഞ് 2 തവണ വള്ളം തമ്മിൽ ഒട്ടിച്ച്. UBCക്കാർ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒട്ടിയൊരു പരിപാടിയുള്ളതാണ്. പല സ്ഥലത്തും ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അങ്ങനെ 2 തവണ ഈ വള്ളം ഒട്ടി. ആദ്യം തുടങ്ങി ഒരു 2 മിനിറ്റിനുള്ളിൽ വള്ളം ഒന്ന് ഒട്ടി. അത് കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് പോന്നു കഴിഞ്ഞ് വീണ്ടും തുഴഞ്ഞു, വീണ്ടും ഒന്നുകൂടെ ഒട്ടി. അത് കഴിഞ്ഞ് ഫൈനൽ വന്നപ്പോൾ 2 പേരുടെ കളിക്കുവാണ്. എന്തായാലും ശക്തമായിട്ടുള്ള കളി നടക്കുന്നുണ്ട്. ചമ്പക്കുളമാണ് ലീഡ് ചെയ്യുന്നത്. വില്ലേജ് ബോട്ട് ക്ലബ്ബ് കൈനഗിരിയുടെ ചമ്പക്കുളമാണ് ലീഡ് ചെയ്യുന്നത്. എന്തായാലും നമുക്ക് അവസാനത്തെ ആ നിമിഷം, ആ സ്പ്രിൻ്റാണ് സർവ്വശക്തി എടുത്ത് എല്ലാ തുഴച്ചിലുകാരും തുഴയുന്ന ഒരു കായിക താരത്തിൻ്റെ സ്ട്രെങ്ത് ഏറ്റവും കൂടുതൽ പുറത്തെടുക്കുന്ന അവസാന നിമിഷമാണ്. ഒരു 1 കിലോമീറ്റർ ഓട്ടമാണെങ്കിൽ അവസാനത്തെ 100 മീറ്ററിലായിരിക്കും അവരുടെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള പെർഫോമൻസ് അവർ കാഴ്ചവെക്കുന്നത്. അങ്ങനെ ശക്തമായിട്ടുള്ള പെർഫോമൻസ് 2 വള്ളങ്ങളും ശക്തമായിട്ട്. അതാണ് വില്ലേജ് ബോട്ട് ക്ലബ്ബാണ്
ഫിനിഷ് ചെയ്തിരിക്കുന്നത്. ചമ്പക്കുളം ചുണ്ടനാണ്. നമ്മൾ ഈ വള്ളത്തേലാണ് ഈ വർഷം നെഹ്റു ട്രോഫി കളിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും ഈ വള്ളത്തിന് തുഴച്ചിൽ കാണും, ഭയങ്കര ആവേശത്തിലാണ്. നമ്മുടെ ബോട്ടിൽ നിന്നുകൊണ്ട് നമ്മുടെ കമ്മിറ്റിയിലുള്ള സന്തോഷ് സാറിൻ്റെ നേതൃത്വത്തിൽ എല്ലാവരും ആർപ്പിട്ട് കൊടുത്ത് അവരുമായിട്ട് ആവേശം പങ്കുവെക്കുവാണ്. നമ്മുടെ വള്ളത്തിൽ ചമ്പക്കുളം വള്ളത്തിൽ തുഴയുന്ന തുഴച്ചിലുകാരുടെ അടുത്ത്. അപ്പോൾ എന്തായാലും ഈ രണ്ടാമത്തെ ഹീറ്റ്സിൽ ചമ്പക്കുളം ചുണ്ടൻ വില്ലേജ് ബോട്ട് ക്ലബ്ബ് കൈനേടി ചമ്പക്കുളം ചുണ്ടൻ ജയിച്ചു. നമ്മുടെ പുതുതലമുറയുടെ ആവേശം നിങ്ങൾ കണ്ടോ? പള്ളാത്തുരുത്തി ബോട്ട് ക്ലബിൻ്റെ ഫാൻസാണ്. അവന്മാർ ഭയങ്കര ആവേശത്തിലാണ്. എപ്പോൾ തുടങ്ങിയ ഡാൻസ് ആണെന്ന് എനിക്കറിയത്തില്ല. നല്ല പാട്ടൊക്കെ ഇട്ട്, ആ പാട്ട് എനിക്കിതിനകത്ത് പ്ലേ ചെയ്ത് കേൾപ്പിക്കാൻ പറ്റത്തില്ല, നമ്മുടെ വീഡിയോയ്ക്ക് കോപ്പിറൈറ്റ് ആകും. അതുകൊണ്ട് തന്നെ ആ പാട്ടൊക്കെ ഞാൻ മ്യൂട്ട് ചെയ്ത് വെച്ചുകൊണ്ട് ഇവരുടെ ശക്തമായിട്ടുള്ള ഡാൻസ് പെർഫോമൻസ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇവർ കുറേ നേരമായി ഇവിടെ ഡാൻസ് ചെയ്യുന്നു. അവർ അടിപൊളിയായിട്ട് ഡാൻസ് ചെയ്യുന്നുണ്ട്. എന്നാലും നമ്മൾ വീഡിയോ എടുക്കുന്നത് അത് കണ്ടു കഴിഞ്ഞപ്പോൾ പിന്നെയും കുറച്ചും കൂടെ പവർ കൂടി. എന്തായാലും ഞാനിതാണ് പറഞ്ഞത്, കുട്ടനാട്ടിൽ വള്ളംകളി എന്ന് പറഞ്ഞാൽ ആബാലവൃദ്ധം ജനങ്ങൾക്കും ആവേശം നിറയ്ക്കുന്ന ഒരു സംഭവം തന്നെയാണ്. അതിന് കൊച്ചു കുട്ടികളെന്നോ പ്രായമായവരെന്നോ ഒന്നുമില്ല. നിങ്ങൾക്ക് ഈ വീഡിയോയ്ക്കകത്ത് തന്നെ കാണാൻ പറ്റും. തീരെ ചെറുപ്രായത്തിലുള്ള കുട്ടികൾ മുതൽ വളരെ ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർ വരെ വള്ളംകളി എന്ന് പറയുന്ന ആവേശത്തെ ചുമലിലേറ്റിക്കൊണ്ട് വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഫൈനൽ മൂന്നാമത്തെ ഹീറ്റ്സ് എന്ന് പറഞ്ഞാൽ വലിയ ദിവാൻജിയാണ് മത്സരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കഴിഞ്ഞ വർഷത്തെ രാജപ്രമോഹൻ ട്രോഫി നേടിയ വള്ളമാണ് വലിയ ദിവാൻജി. വലിയ ദിവാൻജി ഈ വർഷം കൊണ്ടുവന്നിരിക്കുന്ന നിരണം ബോട്ട് ക്ലബ്ബാണ്. അപ്പോൾ നിരണം ബോട്ട് ക്ലബ്ബ് അവരൊറ്റയ്ക്കാണ്, 5 വള്ളങ്ങളേ ഉള്ളൂ. അവർ കഴിഞ്ഞ വർഷം 1ാം സ്ഥാനത്തുള്ളവരാണ്. അവരൊറ്റയ്ക്കാണ് ഹീറ്റ്സിൽ തുഴയുന്നത്. അപ്പോൾ അതിൻ്റെ വലിയ ശക്തമായിട്ടുള്ള മത്സരം എന്നൊന്നും പറയാനായിട്ടില്ല. അവർ തുഴഞ്ഞ് നല്ല അടിപൊളിയായിട്ട് തന്നെ തുഴഞ്ഞ് ഫിനിഷ് ചെയ്യുന്നുണ്ട്. ഒറ്റയ്ക്കാണ് തുഴയുന്നെങ്കിലും ഒരുമിച്ചാണ് തുഴയുന്നെങ്കിലും വള്ളംകളിയെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ആ ഒരു പെർഫോമൻസ് കുറയ്ക്കത്തില്ല. കാരണം ടൈം വെച്ച് നോക്കിക്കഴിഞ്ഞ് ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് പുറത്ത് കൊണ്ടുവരാനായിരിക്കും എപ്പോഴും വള്ളക്കാർ അല്ലെങ്കിൽ തുഴച്ചിലുകാർ അല്ലെങ്കിൽ ആ ക്ലബ്ബ് ശ്രമിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് നമ്മൾ ഈ വീഡിയോ എടുക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, നമ്മൾ ഈ ഫിനിഷിങ് കാണാൻ വന്ന് നിൽക്കുന്നതിന് ഇടയ്ക്ക് ഡിസ്റ്റർബൻസുമായിട്ട് ഒത്തിരി ബോട്ടും വെള്ളമൊക്കെ വരും. നമുക്ക് സത്യം പറഞ്ഞാൽ പലപ്പോഴും ദേഷ്യം വരും. പല ബോട്ടും ഒക്കെ കൊണ്ട് വട്ടവും ഇങ്ങോട്ടും അവർ വേറെ ആരും കാണിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള രീതിയിലാണ് അവരുടെയൊക്കെ ബിഹേവിയർ. അപ്പോൾ ഇങ്ങനെ ഇത് കണ്ടില്ലേ, ഇപ്പോൾ ഒരു ബോട്ട് നമ്മുടെ മുന്നിൽ കൊണ്ടിട്ട് വട്ടം ഇടാൻ പോവാണ്. നമ്മൾ മാക്സിമം ഒതുക്കി എന്തുമാത്രം ബുദ്ധിമുട്ടിട്ടാണ് ചെറിയ സ്ഥലം നമ്മൾ കണ്ടെത്തിയത്. അതാണ്ട് നമ്മുടെ വലിയ ദിവാൻജി കഴിഞ്ഞ വർഷം ചങ്ങനാശ്ശേരി ബോട്ട് ക്ലബ്ബ് നെഹ്റു ട്രോഫിയിൽ കളിച്ച് നെഹ്റു ട്രോഫിയിൽ 9ാം സ്ഥാനം നേടി CBL എന്ന ചരിത്ര നേട്ടം കഴിഞ്ഞ വർഷം നമ്മൾ ആയാപറമ്പ് വലിയ ദിവാൻജിക്ക് നേടിക്കൊടുത്തതാണ്. ഈ വർഷം നിരണം ബോട്ട് ക്ലബ്ബാണ് അതിൽ തുഴയുന്നത്. ഇനിയും വെപ്പ് A ഗ്രേഡിൻ്റെ മത്സരമാണ് നടക്കാൻ പോകുന്നത്. വെപ്പ് A ഗ്രേഡിനകത്ത് നവജ്യോതി അമ്പലക്കടവനും മണലിയും തമ്മിലാണ് മത്സരം. വളരെ ശക്തമായിട്ടുള്ള മത്സരം തന്നെയാണ് നടക്കുന്നത്. ഇവർ വീണ്ടും തുഴയണം. ഈ 3 ആൾക്കാർ തന്നെ ഉള്ളൂ. ഇതൊരു ഹീറ്റ്സ് കഴിഞ്ഞാൽ പിന്നെ ഫൈനലായിട്ട് ഇവരെ 3 പേരും തന്നെ ഒന്നുകൂടെ കളിപ്പിക്കുന്നതാണ്. അപ്പം ഫൈനൽ തുഴച്ചിലെന്ന് പറഞ്ഞാൽ അടുത്ത ഫൈനലിൽ മാത്രമേ ഇവർ തുഴയത്തുള്ളൂ. ഇപ്പം മോശമില്ലാത്തൊരു പെർഫോമൻസിലായിരിക്കും ഇവർ തുഴയുന്നത്. അടുത്തത് വെപ്പ് B ഗ്രേഡിനകത്ത് PG കരിപ്പുഴ, പുന്നത്ര പുരയ്ക്കൻ, തോട്ടുകടവിൽ ഇവർ 3 കൂടാണ് തുഴയുന്നത്. ഇവരും ഫൈനലിന് വേണ്ടി ഒന്നും കൂടെ തുഴയേണ്ടി വരും. ഇനി നമുക്ക് മെയിനായിട്ടും വീഡിയോയിൽ ചുണ്ടൻ വള്ളങ്ങളുടെ ലൂസേഴ്സ് ഫൈനലും അതോടൊപ്പം ചുണ്ടൻ വള്ളങ്ങളുടെ ഫൈനൽ മത്സരവും നമുക്ക് കാണാം. ഇതേ സെയിം വള്ളങ്ങൾ തന്നെയാണ് വെപ്പ് വള്ളങ്ങളുടെ A ഗ്രേഡും B ഗ്രേഡും ഒന്നുകൂടെ ഫൈനൽ തുഴയുന്നത്. അപ്പോൾ നമുക്ക് ആവേശം നിറഞ്ഞ ചുണ്ടൻ വള്ളങ്ങളുടെ ലൂസേഴ്സ് ആൻഡ് ഫൈനൽ മത്സരങ്ങൾ കാണാം. അങ്ങനെ ചുണ്ടൻ വള്ളങ്ങളുടെ ആവേശകരമായ ലൂസേഴ്സ് ഫൈനൽ മത്സരം നടക്കുകയാണ്. ഈ ലൂസേഴ്സ് ഫൈനൽ മത്സരത്തിൽ യുണൈറ്റഡ് ബോട്ട് ക്ലബ്ബ് കൈനഗരി, UBC കൈനഗരി പവർ പാണ്ടി, അതായത് ആയാപറമ്പ് പാണ്ടിയിലെത്തുന്നു. അതോടൊപ്പം നടുഭാഗം ചുണ്ടനിൽ പുന്നമട ബോട്ട് ക്ലബ്ബ് എത്തുന്നു. ഇവർ തമ്മിലുള്ള ശക്തമായ മത്സരമാണ്. ഒരു മത്സരത്തിനും വള്ളംകളിയെ സംബന്ധിച്ചിടത്തോളം ലൂസേഴ്സ് ഫൈനൽ ആയിക്കോട്ടെ, സെക്കൻഡ് ലൂസേഴ്സ് ഫൈനൽ ആയിക്കോട്ടെ, ഏതും ആയിക്കൊള്ളട്ടെ, മത്സരം എന്ന് പറഞ്ഞാൽ വാശി തന്നെയാണ്. അതൊരു പക്ഷേ ഫൈനലിനെ വെല്ലുന്ന മത്സരമായിരിക്കും ചിലപ്പോൾ ലൂസേഴ്സ് ഫൈനലിൽ നടക്കുന്നത്. അങ്ങനെ വളരെ ശക്തമായിട്ടുള്ളൊരു മത്സരമാണ് നമ്മുടെ UBC കൈനഗരിയും നടുഭാഗം ചുണ്ടനും തമ്മിൽ നടക്കുന്നത്. UBC തുഴയുന്നത് ആയാപറമ്പ് പാണ്ടിയിലാണ്. നല്ല ശക്തമായിട്ടുള്ള മത്സരം നിങ്ങൾക്ക് കാണാൻ പറ്റും. കട്ട മത്സരമാണ്. UBC കൈനഗരി എന്ന് പറഞ്ഞാൽ വള്ളം കളിക്കാരുടെ ഈറ്റില്ലമാണ്. കാരണം നിങ്ങൾക്കറിയാം, ഏത് വള്ളത്തെ നോക്കിയാലും ഒരു കൈനഗരിക്കാരൻ തുഴയാനുണ്ടായിരിക്കും. അങ്ങനെ വള്ളംകളിയുടെ ഈറ്റില്ലമായ കൈനഗരിയിൽ നിന്ന് UBC കൈനഗരി, അതോടൊപ്പം പുന്നമട ബോട്ട് ക്ലബ്ബ് തുഴയുന്ന നമ്മുടെ നടുഭാഗം ചുണ്ടൻ. നോക്കൂ, UBC ആണ് ഫിനിഷ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഈ വർഷത്തെ രാജപ്രമുഖൻ ട്രോഫിക്ക് വേണ്ടിയുള്ള മത്സരത്തിൽ നമ്മുടെ മൂലം ജലോത്സവത്തിൽ ചുണ്ടൻ വള്ളങ്ങളിൽ 4ാം സ്ഥാനം നമ്മുടെ UBC കൈനഗരിയും 5ാം സ്ഥാനത്ത് പുന്നമട ബോട്ട് ക്ലബ്ബ് എത്തിയിരിക്കുകയാണ്. ഇനിയാണ് ചുണ്ടൻ വള്ളങ്ങളുടെ തീ പാറുന്ന ഫൈനൽ മത്സരം നടക്കാൻ പോകുന്നത്. ഫൈനലിന് വേണ്ടി ഉള്ള ആരവങ്ങൾ പല സ്ഥലങ്ങളിൽ നിന്നായിട്ട് എത്തിത്തുടങ്ങി. ശക്തമായിട്ടുള്ള മത്സരം ഇപ്പോൾ ഉടനെ തുടങ്ങും.
3 വള്ളങ്ങളാണ് ഫൈനലി മത്സരിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം ഏതെല്ലാം ബോട്ട് ക്ലബ്ബുകളാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. കാരണം വള്ളംകളിയിലെ ഈ അടുത്ത കാലത്ത് നടക്കുന്ന മത്സരങ്ങളിലെല്ലാം ഫൈനലി മത്സരിക്കുന്ന 3 ബോട്ട് ക്ലബ്ബുകൾ, നമ്മുടെ നിരണം ബോട്ട് ക്ലബ്ബ്, അതോടൊപ്പം നമ്മുടെ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ്, അതോടൊപ്പം നമ്മുടെ വില്ലേജ് ബോട്ട് ക്ലബ്ബ്. ഇവർ 3 കൂടെ ഇപ്പം മത്സരം തുടങ്ങും. ആ മത്സരത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ കാത്തിരിക്കുന്നത്. അങ്ങനെ ചുണ്ടൻ വള്ളങ്ങളുടെ ശക്തമായ ഫൈനൽ മത്സരം ഇതാ നടക്കുകയാണ്. ഇതോടുകൂടി ഈ വള്ളംകളി, അങ്ങനെ ഈ വർഷത്തെ മൂലം ജലോത്സവം അവസാനിക്കാൻ പോവുകയാണ്. ശക്തമായ മത്സരം നമ്മുടെ കാഴ്ചയെ തടസ്സപ്പെടുത്തിക്കൊണ്ട് ഞാൻ മുമ്പേ പറഞ്ഞ ഒരു ബോട്ട് നമ്മുടെ മുന്നിൽ വന്ന് വട്ടം കിടക്കുകയാണ്. എന്ത് പറയാനാണ്, നമ്മൾ ഇത്രയും നേരം കാത്തിരുന്ന ഫൈനലി കൃത്യമായിട്ടൊന്ന് കാണാനായിട്ടുള്ള ഒരു ഭാഗ്യം നമുക്കുണ്ടായില്ല. എന്നാൽ സൈഡിൽ കൂടെ ഒക്കെ നിന്നിട്ട് നമ്മളത് കാണാൻ വേണ്ടിയുള്ള ശ്രമത്തിലാണ്. ഈ ബോട്ട് എന്ത് ചെയ്താൽ അവരോടൊന്നും മാറ്റുന്നില്ല. അവർക്ക് കാണാൻ വേണ്ടി അവർ പോയി കിടക്കുന്നതാണെന്ന് തോന്നുന്നു. എന്തായാലും വേണ്ട, ചുണ്ടൻവള്ളങ്ങളുടെ ഫൈനൽ മത്സരം അവസാനത്തെ ഒരു 10-20 മീറ്ററും കൂടെ ഉള്ളൂ. ശക്തമായ മത്സരമാണ്. നമുക്കറിയാം ചുണ്ടൻവള്ളങ്ങളിൽ ഏത് മത്സരവും ശക്തമായിരിക്കും. അങ്ങനെ ഈ വർഷത്തെ മൂലം ജലോത്സവം ചെറുതന ചുണ്ടൻ, നമ്മുടെ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ്, നമ്മുടെ വള്ളംകളിയിലെ രാജാവായി മാറിയിരിക്കുന്ന ബോട്ട് ക്ലബ്ബാണ് പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ്. അതിൻ്റെ പുറകിലായി ചമ്പക്കുളം ചുണ്ടൻ, വില്ലേജ് ബോട്ട് ക്ലബ്ബ് കൈനകരി, മൂന്നാമതായി നമ്മുടെ നിരണം ബോട്ട് ക്ലബ്ബ് ആണ് വന്നെത്തിയിരിക്കുന്നത്. വലിയ ദിവാൻജിയാണ് വന്നെത്തിയിരിക്കുന്നത്. അങ്ങനെ ഈ വർഷത്തെ മൂലം ജലോത്സവം രാജപ്രമുഖൻ ട്രോഫി കിട്ടിയിരിക്കുന്നത് നമ്മുടെ ചെറുതന ചുണ്ടനാണ്. ചെറുതന ചുണ്ടനെ പറപ്പിച്ച് പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ്, ചെറുതന പുത്തൻ ചുണ്ടൻ. അങ്ങനെ ഈ വർഷത്തെ ജലോത്സവ കാഴ്ചകളുടെ അവസാനമല്ല, ഇതൊരു തുടക്കമാണ്. മൂലം ജലോത്സവത്തിൻ്റെ അവസാനമാണെങ്കിലും ഇനി അങ്ങോട്ട് വള്ളംകളിയുടെ സീസൺ ആരംഭിക്കുകയാണ്. എൻ്റെ ചാനലിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ കാണുന്നതും കാണാൻ ആഗ്രഹിക്കുന്നതും വള്ളംകളിയുടെ വീഡിയോസാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ വീഡിയോ ഷെയർ ചെയ്ത് എല്ലാ ആൾക്കാരിലേക്കും എത്തിക്കുക. വള്ളംകളിയുടെ അടിപൊളി വിശേഷങ്ങൾ, ചങ്ങനാശ്ശേരി ബോട്ട് ക്ലബ്ബിൻ്റെ വിശേഷങ്ങളായിരിക്കും ഏറ്റവും കൂടുതൽ വരാൻ പോകുന്നത്. കാരണം ഞാൻ ചങ്ങനാശ്ശേരി ബോട്ട് ക്ലബ്ബിനോടൊപ്പമാണ്, ക്ലബ്ബിൻ്റെ ഒരു ഫിസിക്കൽ ട്രെയിനർ കൂടിയാണ്. ഈ വർഷം ക്യാമ്പിൻ്റെ സമയത്തൊക്കെ വിദേശ യാത്രകളൊക്കെ വരുന്നുണ്ടെങ്കിലും ബാക്കി എല്ലാ ദിവസങ്ങളിലും ക്യാമ്പിൽ തന്നെ ഉണ്ടാവും. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോകൾ കാണുക. നോക്കിയ തിരക്ക് കണ്ടോ, വളരെ ശക്തമായ തിരക്ക്. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.